സൗഖ്യം എന്ന എപ്പിസോഡിലേക്ക് എല്ലാ ശാലോം പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ ഡോക്ടർ ഓസ്റ്റിൻ. ഞാൻ അമല ആയുർവേദ ആശുപത്രിയിൽ കൺസൾട്ടൻ്റ് ഫിസിഷ്യനായിട്ട് സേവനം ചെയ്തു വരുന്നു. ഇന്ന് നാം സംസാരിക്കുന്നത് നടുവേദന അല്ലെങ്കിൽ ലോ ബാക്ക് ഏക്ക്. ആയുർവേദത്തിൽ അതിനെ കടീഗ്രഹം, കടീശൂല എന്നൊക്കെ പേരുകളിൽ അറിയപ്പെടുന്നു. എന്താണ് ഈ കടീശൂല അല്ലെങ്കിൽ നടുവേദന? നമ്മുടെ നട്ടെല്ലിനെ താങ്ങി നിർത്തുന്നത് 33 കശേരുക്കൾ കൊണ്ടാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ നടുവേദനയ്ക്ക് പ്രധാനപ്പെട്ട കാരണമായിട്ട് പല കാരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഇതിന് വളരെ പ്രധാനപ്പെട്ട കാരണം നട്ടെല്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിനു മുമ്പ് ഇതാർക്കൊക്കെയാണ് കാണപ്പെടുന്നത്? മധ്യവയസ്കരായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് കാണുന്നുണ്ടെങ്കിലും വളരെ കൂടുതലായിട്ടിത് കാണുന്നത് സ്ത്രീകളിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കശേരുക്കൾ കൊണ്ടാണ് ഈ നട്ടെല്ല് നിർമ്മിച്ചിരിക്കുന്നതെന്ന്. തലയെ ഉയർത്തി നിർത്താനായിട്ട് നമ്മെ സഹായിക്കുന്നത് ഈ നട്ടെല്ലാണ്. ഈ 33 കശേരുക്കളുടെ ഇടയിൽ ഒരു കുഷ്യൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ജെല്ല് പോലെ ഒരു പദാർത്ഥമുണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് ഇൻഡൽ വെർട്ടിബ്രൽ ഡിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിസ്കിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ, നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾ, അതിനെ താങ്ങി നിർത്തുന്ന ലിഗമെൻറ്റ്, മസിൽസ്, ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമുക്ക് നടുവേദനയ്ക്ക് കാരണമായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ കാരണങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. രണ്ട്, നട്ടെല്ലുമായി ബന്ധപ്പെടാതെ വരുന്ന നടുവേദനകൾ. നട്ടെല്ലുമായി ബന്ധപ്പെടാതെ വരുന്ന നടുവേദനകൾ പ്രധാനമായിട്ടും കാണുന്നത് വയറ് സംബന്ധമായ അസുഖങ്ങൾ, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, അല്ലെങ്കിൽ വയറിലെ അബ്ഡോമിനൽ ട്യൂമർ, അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് നടുവേദന അനുഭവപ്പെടും. ഇപ്പോൾ യൂറിനറി സ്റ്റോൺ അല്ലെങ്കിൽ നമ്മൾ കല്ല് എന്ന് പറയും, മൂത്രാശയ കല്ല്, അതുകൊണ്ട് നമുക്ക് നടുവേദന ഉണ്ടാകും. ഇനി നട്ടെല്ലുമായി ബന്ധപ്പെട്ട് വരുന്ന നടുവേദനയെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യേണ്ടത്. അതിലൊന്നാമതായിട്ട് പറയുന്നത് നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ടത് ഇൻറ്റർവെർട്ടിബ്രൽ ഡിസ്കിനുണ്ടാകുന്ന തേയ്മാനങ്ങൾ അല്ലെങ്കിൽ പൊട്രൂഷൻ എന്ന് പറയുന്നത്, അത് പുറത്തേക്ക് തള്ളി വരിക, ഡെസിക്കേഷൻ എന്നൊക്കെയുള്ള വാക്കുകളിലാണ് അതറിയപ്പെടുന്നത്. ഇനി നട്ടെല്ലിലെ കശേരുക്കൾക്ക് തന്നെ ഉണ്ടാകുന്ന തേയ്മാനം, പ്രായം കൂടുന്തോറും കശേരുക്കൾക്ക് തേയ്മാനം സംഭവിക്കും. അങ്ങനെ നട്ടെല്ലിലെ കശേരുക്കൾക്ക് ഉണ്ടാകുന്ന തേയ്മാനം ഈ നടുവേദനയ്ക്ക് ഒരു പ്രധാനമായ കാരണമായിട്ട് വരുന്നു. ഇനി നമുക്ക് മറ്റൊരു കാരണം പറയുന്നത് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്ന ഒരു അസുഖമാണ്. അതായത് ശരീരത്തിൽ എല്ലായിടത്തും വേദന വരും, പ്രത്യേകിച്ച് നട്ടെല്ലിൽ വേദന വരും. അത് മസിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊരു വാതരോഗമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. ഇനി നട്ടെല്ലിൻ്റെ പ്രധാനപ്പെട്ട വേദന എന്ന് പറയുന്നത് ഓസ്റ്റിയോപൊറോസിസ്, അസ്ഥിക്ഷയം. അതിനെക്കുറിച്ച് വേറൊരു എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ഈ അസ്ഥിക്ഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീകളിൽ മെനോപോസ്, ആർത്തവ വിരാമത്തോട് അനുബന്ധിച്ച് അസ്ഥികൾക്കുണ്ടാവുന്ന ക്ഷയം കൊണ്ട് വരുന്നത്. അതായത് കാൽസ്യത്തിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞിട്ട് സ്ത്രീകളുടെ അസ്ഥികൾക്ക് തേയ്മാനം സംഭവിക്കുന്നു. ഇതിൻ്റെ പേരാണ് ഓസ്റ്റിയോപൊറോസിസ്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് മൂലം നമുക്ക് എന്തുണ്ടാവും? നടുവേദന ഉണ്ടാവും. ഇനി ലംബാർ സ്പോണ്ടിലോസിസ് എന്ന് പറയുന്ന ആ ലംബാർ ബോണ്, അതായത് കശേരുക്കളെ 33 കശേരുക്കളെ കൊണ്ടാണ് നട്ടെല്ലുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ 7 സെർവിക്കൽ വെർട്ടിബ്ര, പിന്നെ വരുന്ന 12 തൊറാസിക് വെർട്ടിബ്ര, പിന്നെ വരുന്ന 5 പേരാണ് ലംബാർ വെർട്ടിബ്ര, പിന്നെ സേക്രം, പിന്നെ കോസിക്സ്. അതിൽ നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗത്ത് വരുന്ന ആ വെർട്ടിബ്രയുടെ പേരാണ് ലംബാർ വെർട്ടിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ ആ വെർട്ടിബ്രയിൽ ഉണ്ടാവുന്ന തേയ്മാനങ്ങൾ അതിൻ്റെ പരിസരത്ത് വരുന്ന സ്പൈനൽ നെർവിന് ഒരുപാട് ആഘാതം സംഭവിച്ചിട്ട് ലംബാർ സ്പോണ്ടിലോസിസ് എന്നാണ് ആ അസുഖത്തെ അറിയപ്പെടുന്നത്. അതുമൂലം നമുക്ക് നട്ടെല്ലിൽ വേദന വരുന്നു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ നട്ടെല്ലിനുണ്ടാകുന്ന ക്ഷതങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറി നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ മരം കയറുന്ന ആൾക്കാർ മരത്തു നിന്ന് താഴെ വീഴുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ നമ്മുടെ തന്നെ ഒരു സ്റ്റാഫിൻ്റെ മകൻ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇത് കറണ്ട് ശരിയാക്കാൻ കയറിയതാണ്. അവിടെ പെട്ടെന്ന് ഷോക്കടിച്ച് ഒരു ഓഫാക്കാണ്ട് എന്തോ കയറിയത്, പെട്ടെന്ന് ഷോക്കടിച്ച് താഴെ വീണ് അങ്ങനെ നട്ടെല്ല്, ശരിക്കും പറഞ്ഞാൽ നട്ടെല്ല് ഒടിയാന്ന് പറയും. അപ്പോൾ അങ്ങനെ സ്പൈനൽ കോണിന് ഇഞ്ചുറി ആയിട്ട് ഇപ്പോഴും അവർ ബെഡ് റിഡനാണ്. കഷ്ടിച്ച് സഹായത്തോടുകൂടി എഴുന്നേറ്റ് ഒരു വീൽ ചെയർ മേക്കിയിരിക്കും. അപ്പം നട്ടെല്ലിനുണ്ടാവുന്ന ക്ഷതങ്ങളും
ഇതിന് ഈ നടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണമായിട്ട് വരുന്നുണ്ട്. പിന്നെ അവിടെ ലിഗമെൻറ്റ്സ്, മസിൽസ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ നട്ടെല്ലുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ. അതിനൊക്കെ ഉണ്ടാവുന്ന ഇഞ്ചുറീസ്, വീഴ്ചകൾ, ഉളുക്കുകൾ, നെർവിനുണ്ടാവുന്ന ഒബ്സ്ട്രക്ഷൻസ്, തടസ്സങ്ങൾ, ഇതെല്ലാം എന്ത് സംഭവിക്കും? നടുവേദനയ്ക്ക് ഒരു പ്രധാന കാരണമായിട്ട് വരും. ഇത് നട്ടെല്ലുമായിട്ട് ബന്ധപ്പെട്ട്, ഈ നട്ടെല്ലുമായിട്ട് ബന്ധപ്പെടാത്ത ഒരുപാട് എബ്ഡോമിനൽ ക്യാൻസർ, റിലേറ്റഡ് വിത്ത് കിഡ്നി ഡിസീസസ്, ഞാൻ നേരത്തെ പറഞ്ഞു യൂറിനറി സ്റ്റോൺ, ഇതൊക്കെ നട്ടെല്ലുമായിട്ട് ബന്ധപ്പെടാത്ത കാരണങ്ങളാൽ ഉണ്ടാകുന്ന നടുവേദനകളാണ്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടും നമുക്ക് നടുവേദന എന്നുള്ള പ്രതിഭാസം ഉണ്ടാകുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഈ നടുവേദന എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത് എന്താണ് ഇതിൻ്റെ കാരണം. അപ്പം സാധാരണ നമ്മൾ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റിലേക്ക് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. എങ്ങനെ ഹൗ വി ഹാവ് ടു ഡയഗ്നോസ് ഇറ്റ്, എങ്ങനെ ഈ രോഗത്തെ നമുക്ക് നിർണ്ണയിക്കാം. നടുവേദന ഇത് കോംപ്ലിക്കേറ്റഡ് ആണോ, അതോ സിമ്പിളായിട്ടുള്ള മസിൽ പെയിനും കൊണ്ട് വന്ന നടുവേദനയാണോ, അല്ലെങ്കിൽ കല്ലും കൊണ്ട് വന്നതാണോ എന്നൊക്കെ നമ്മളതിനെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ദൗത്യം. ഒരു ഫിസിഷ്യൻ്റെ കയ്യിലിരിക്കുന്ന കാര്യം അതാണ്. ഇനി അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഈ വാക്കുകൊണ്ട് തന്നെ അറിയാം. നടുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നടുവിനുണ്ടാകുന്ന വേദന, നട്ടെല്ലിനുണ്ടാകുന്ന വേദന. പിന്നെ അത് 2 കാലുകളിലേക്കും വേദന ഇറങ്ങി വരുന്ന അവസ്ഥയുണ്ട്. കാലുകൾക്ക് തരിപ്പ് അനുഭവപ്പെടും, ചുട്ടുനീറ്റം അനുഭവപ്പെടും. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു സിംറ്റമായിട്ട് ഈ ലോ ബാക്ക് ഏക്കിൽ അല്ലെങ്കിൽ നടുവേദനയ്ക്ക് വരുന്നത്. ഈ നടുവേദന സംബന്ധമായിട്ട് അപ്പർ ബാക്ക് പെയിൻ, ലോവർ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ 2ആയിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പർ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നട്ടെല്ലിന് മുകളിലേക്ക് നമ്മുടെ പുറകുവശത്ത് ഉണ്ടാകുന്ന വേദനയാണ്. അത് റിലേറ്റഡ് വിത്ത് റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പർ ബാക്ക് പെയിൻ, അതായത് നടുവിന് മുകളിലുള്ള പുറകുവശത്തെ വേദന. ലോ ബാക്ക് ഏക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത് കശേരുക്കളും മറ്റ് വെർട്ടിബ്രൽ കോളവുമായിട്ട് അല്ലെങ്കിൽ മെയിനായിട്ട് ലംബാർ ഏരിയയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ നടുവേദന എന്നുള്ള ആ പ്രതിഭാസം. അപ്പോൾ പിന്നെ ഉള്ളൊരു ഇത് പറയുന്നത് റെസ്റ്റ് ചെയ്യുമ്പോഴും വേദന എടുക്കുന്നു. ചില രോഗികൾ നമ്മൾ പറയും ഡോക്ടറെ കിടന്നാലും ഒരു സ്വസ്ഥതയില്ല, നിൽക്കുമ്പോൾ ഉണ്ട് വേദന, നിൽക്കുമ്പോൾ നല്ല വേദനയുണ്ട്, കിടന്നാലും ഈ വേദനയ്ക്ക് ഒരു ശമനമില്ല. അപ്പോൾ റെസ്റ്റ് പെയിൻ, അതായത് റെസ്റ്റ് ചെയ്യുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഉള്ള വേദന, ഇതൊരു പ്രധാന സിംറ്റമായിട്ട് പറയുന്നതാണ്. ഇനി ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിത തടിയുള്ളവർക്ക് ഈ നടുവേദന കൂടുതലായിട്ട് നമുക്ക് കാണാം. ഡിപ്രഷനുള്ളവർക്ക് നടുവേദന വരുന്നുണ്ട്. പിന്നെ പൈൽസ് ഉള്ളവർക്ക് നടുവേദന വരുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷനുള്ളവർക്ക് നടുവേദന വരുന്നുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ റിസ്ക് ഫാക്ടറായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അടുത്ത് നടുവേദനയായിട്ട് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ രോഗിക്ക് എത്ര നാളായി ഈ രോഗം തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഈ രോഗി വീണിട്ടുണ്ടോ, ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വീണിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഴ്ച മൂലം ഏതെങ്കിലും തരത്തിൽ എല്ലിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചോദിക്കുക എക്സ്റേ എടുത്തിട്ടുണ്ടോ. അപ്പോൾ സാധാരണ രോഗികൾ നമ്മുടെ ഒ പിയിൽ വരുന്ന ഈ നടുവേദനയായിട്ട് വരുന്ന രോഗികളിൽ ഒട്ടുമുക്കാലും പേരുടെ കയ്യിൽ എക്സ്റേ ഉണ്ടാവും. നമ്മൾ കുറച്ചും കൂടിയും ഇത് ഗൗരവമുള്ള സ്റ്റേജാണ് അല്ലെങ്കിൽ അസുഖമാണ്, നടുവേദനയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് MRI റിപ്പോർട്ട് ഉണ്ടോ കയ്യിൽ. ഇപ്പം മിക്കവാറും രോഗികളിൽ MRI എടുത്തിട്ട് അതൊക്കെ ഒരുവിധം ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് അവർ ചുറ്റിത്തിരിഞ്ഞാവും നമ്മുടെ അടുത്ത് വരുന്നത്. പിന്നെ ചില കേസുകൾ സർജറി വേണമെന്ന് പറഞ്ഞു വരുന്ന കേസുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു കേസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഒരു കേസ് സ്റ്റഡി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ പറയും അവരോട് എക്സ്റേ അല്ലെങ്കിൽ കണ്ടീഷൻ അനുസരിച്ച് MRI അല്ലെങ്കിൽ ബോൺ സ്കാൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് സാധാരണ പറയുന്നത്. നമ്മൾ മിനിമം ഒരു എക്സ്റേ എങ്കിലും എടുത്തു വരാൻ പറയും. സംശയം തോന്നുന്ന കേസുകളിൽ നമ്മൾ പറയും MRI സ്കാൻ കൂടി ചെയ്തോളൂ എന്ന് പറയും. പിന്നെ നെർവ് സ്റ്റഡീസ്, ഇത് കാലിനൊക്കെ തരിപ്പ്, കാല് രണ്ടും ഇങ്ങനെ തളർന്ന് കിടക്കണ പോലെ കിടക്കുക, അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ വരുമ്പോൾ അവർക്ക് ഒരു എമർജൻസി, ഒരു പക്ഷേ ഈ കേസ് എമർജൻസി സർജറി ആവശ്യമായ കേസായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളായിട്ടത് കൈകാര്യം ചെയ്യാതെ അത് ഒരു ഓർത്തോപെഡിഷൻ്റെ അടുത്തേക്കൊക്കെ നമ്മൾ റെഫർ ചെയ്യേണ്ട സ്റ്റേജുകൾ വരും, എമർജൻസി സർജറി കേസുകൾ. അപ്പോൾ അതിനെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള ഡയഗ്നോസിസിലേക്ക് നമ്മൾ വരണം. അതാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനിയും നമ്മൾ ഇതിൻ്റെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഈ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ ദിവസം ഒരു 2 മാസം മുമ്പ് എൻ്റെ ഒ പിയിൽ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഹിസ്റ്ററി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവർ നമ്മുടെ തൃശ്ശൂർ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലിൽ അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യം നല്ല തടിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വന്നു. അപ്പോൾ അവരുടെ ഹസ്ബൻഡ് താങ്ങി പിടിച്ച് ഒറ്റടി വെച്ചിട്ടാണ് അവർ നടന്ന് വരുന്നത്. കാലിലേക്ക് 2 കാലിലേക്കും തരിപ്പിറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു 6 മാസം ലീവ് എടുത്തിട്ട് സർജറി അഡ്വൈസ് ചെയ്ത കേസാണ്. അപ്പോൾ അവർ ഓൾറെഡി ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർക്ക് 6 മാസം ലീവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 6 മാസം ലീവായിട്ടാണ് അവർ എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കേസ് നോക്കിയപ്പോൾ അവർക്ക് ലംബാർ സ്പോണ്ടിലോസിസ്, സെർവിക്കൽ സ്പോണ്ടിലോസിസ്, ഡിസ്ക് പ്രൊലാപ്സ്, ഇങ്ങനെ മൾട്ടി പ്രോബ്ലം ആയിട്ടുള്ള സ്ട്രക്ചറൽ പ്രോബ്ലം ആയിട്ടാണ് പേഷ്യൻ്റ് ഒ പിയിലേക്ക് വരുന്നത്. പിന്നെ പിടിച്ചാണ് നടക്കുന്നത്. 2 കാലം ഉറപ്പിച്ച് ഇവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ബാലൻസ് പോകും. ഇങ്ങനെയാണ്. ഇത് കേസ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് അല്പം ബുദ്ധിമുട്ടുള്ളൊരു കേസാണല്ലോ. സർജറി പറയുകയും കൂടി ചെയ്തു. അപ്പോൾ അതും ഒരു നഴ്സും കൂടിയാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ഇങ്ങനെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആദ്യം പറഞ്ഞിട്ട് ഈ പേഷ്യൻറ്റിന് ഞാൻ എന്ത് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തതെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ പേഷ്യൻ്റ് വന്ന് ഉടനെ തന്നെ ഇവർക്ക് ഇൻറ്റേർണൽ മെഡിക്കേഷൻ കൊടുക്കുന്നത് രാസ്നസപ്തം കഷായമാണ് വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ കൊടുക്കാൻ ഏറ്റവും ഉപയുക്തമായിട്ടുള്ളത്. മഹാരാസ്നാദിയും കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ചേർക്കാവുന്ന യോഗരാജ ഗുഗുലു ഗുളികയാണ്. ഇവർക്ക് ഡയബറ്റിക് ഒന്നും അല്ലാത്തതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ബലാരിഷ്ടം, അതോടൊപ്പം തന്നെ നമ്മൾ അഭയാരിഷ്ടം കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് അനുലോമമായിട്ട് ചെറിയ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടായിരുന്നു പേഷ്യൻറ്റിന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെറുതായിട്ട് കോൺസ്റ്റിപ്പേഷൻ മാറാനായിട്ടുള്ള അനുലോമനായിട്ട് അഭയാരിഷ്ടം ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള മജ്ജ സംബന്ധമായിട്ടുള്ള വാതരോഗങ്ങളിൽ കൊടുക്കുന്ന ഗുഗുലു തിക്തക നെയ്യ് 25 ഗ്രാം ശമന സ്നേഹമായിട്ട് നമ്മൾ രാത്രി നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ രാത്രി ഭക്ഷണം എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് കഞ്ഞി കുടിക്കാൻ പറയും. പിന്നെ മൊത്തത്തിൽ പേഷ്യൻറ്റിനോട് നമ്മൾ പറയുന്നത് വെജിറ്റേറിയൻ ഡയറ്റാണ്. അങ്ങനെ പ്രത്യേകിച്ച് അച്ചാറ്, പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ മോര്, തൈര് അതൊക്കെ അവോയ്ഡ് ചെയ്യാനും കൂടി പറയും. പിന്നെ നമ്മൾ ഇൻറ്റേർണൽ മെഡിക്കേഷൻസ് മെയിനായിട്ട് പിന്നെ നമ്മൾ ബോസീറ MR എന്നൊക്കെ പറയുന്ന ഗുളികകളുണ്ട്. സല്ലഗി എന്ന് പറയുന്നത് നമ്മൾ ബോസ്വേലിയ സെറാറ്റ ചേർന്നതാണ്, ഇൻറ്റേർണൽ മെഡിക്കേഷനാണ്. അത് നമ്മൾ ഈ നമ്മുടെ കുന്തിരിക്കമാണ് അതിൻ്റെ മെയിൻ കണ്ടൻറ്റ്. അപ്പോൾ ഈ സല്ലഗി അത് വേൾഡ് വൈഡ് ഫേമസ് ആണ്. അത് ഇങ്ങനെയൊക്കെയുള്ള സ്പോണ്ടിലോസിസ് കേസുകളിലും നടുവേദനയ്ക്കൊക്കെ നമ്മൾ ഇഫക്റ്റീവായിട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ സല്ലഗി എന്നുള്ള ടാബ്ലറ്റ് 2 നേരം ഭക്ഷണശേഷം കൊടുക്കാം. പിന്നെ കാലുകളിലേക്ക് നീരും വേദനയ്ക്കുണ്ടെങ്കിൽ നമ്മൾ ദശമൂല ഹരിതകിലേക്കും കൊടുക്കും. 1 ടീസ്പൂൺ വെച്ച് 2 നേരം കൊടുക്കും. ഇതൊക്കെയാണ് സാധാരണ ഇൻറ്റേർണലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഔഷധികൾ. ഇനി നമ്മുടെ പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ പാക്കേജ് എന്ന് പറയുന്നത് 22 ഡേയ്സ് പാക്കേജാണ് ഇതിന് സാധാരണ രീതിയിൽ. അപ്പോൾ 22 ഡേയ്സ് പാക്കേജിന് നമ്മൾ കൊടുക്കുന്നത് ആദ്യത്തെ 7 ദിവസം വിശേഷ അഭ്യംഗം അല്ലെങ്കിൽ കളരി മസാജ് എന്ന് പറയും. അപ്പോൾ 7 ദിവസം കളരി മസാജ് കൊടുത്തു. അതിൽ 6ഉം 7ഉം ദിവസങ്ങളിൽ നമ്മൾ സ്റ്റീം ബാത്ത് കൊടുക്കും, ബാഷ്പസ്വേദം. അതിൽ ദശമൂല കഷായം ചേർത്തിട്ടാണ് നമ്മൾ സ്റ്റീം ബാത്ത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്റ്റീം ബാത്ത് കൊടുത്തിട്ട് 8ാം ദിവസം നമ്മൾ സദ്യവിരേചനം കൊടുക്കുന്നത് നമ്മൾ പേഷ്യൻറ്റിനനുസരിച്ച് നമ്മൾ പിത്തപ്രകൃതിയൊക്കെ ആണെങ്കിൽ നമ്മൾ അവിപത്തി ചൂർണം കൊടുക്കും. വാദപ്രകൃതിയാണെങ്കിൽ നമ്മൾ ഏരണ്ട സുകുമാരം. അതൊക്കെ ഡോസുകൾ ഒരു പേഷ്യൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച്, പ്രകൃതി അനുസരിച്ച്, അവരുടെ രോഗാവസ്ഥ അനുസരിച്ചിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഡോസ് തീരുമാനിക്കുന്നത്. അവിപത്തിപ്പൊടിയാണെങ്കിൽ സാധാരണ സ്ത്രീകൾക്ക് 15 ഗ്രാമും പുരുഷന്മാർക്ക് 20 ഗ്രാമൊക്കെയാണ് ഞാൻ കൊടുക്കുന്നത്. അങ്ങനെ മൃദുവിരേചനം കൊടുത്ത് ശോധന നന്നായിട്ട് ആയിക്കഴിഞ്ഞു. അങ്ങനെ 8 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് പാറ്റേൺ കഴിഞ്ഞു കഴിഞ്ഞാൽ 9ാമത്തെ ദിവസം മുതൽ അവർക്ക് കൊടുക്കുന്ന പ്രധാനപ്പെട്ട ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പത്രപിണ്ഡസ്വേദമാണ്. അതായത് ഇലക്കിഴി 7 ദിവസം നമ്മൾ കൊടുക്കുന്നു. ഹോൾ ബോഡിയിലാണ് നമ്മൾ 7 പൊസിഷൻസിൽ നമ്മളത് കൊടുക്കും, ഇലക്കിഴി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ വാതകരമായ ഇലകൾ ചേർത്തിട്ടുള്ള ഇലക്കിഴിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കരിനൊച്ചി, ആവണക്ക്, മുരിങ്ങയില, പുളിയില, ഇതൊക്കെയാണ് വാദം കൊല്ലിയില, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കമ്പണൻസിൽ ചേർന്ന്. ചെറുനാരങ്ങ ചേർക്കും, നാളികേരം ചിരണ്ടിയിടും, അല്പം ഉപ്പ് ചേർക്കും കണ്ടീഷൻ അനുസരിച്ച്. അങ്ങനെ ഇലക്കിഴി ബോഡി ഓയിലിൽ തന്നെയാണ് നമ്മൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷന് നമ്മൾ തൈലം കൊടുക്കുന്നത് സാധാരണ രീതിയിൽ തന്നൊന്തരം മുറിവെണ്ണയാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ തേയ്മാന കേസുകൾ, ഇപ്പം നടുവേദന തന്നെ തേയ്മാനമായിട്ട് വരുന്ന കേസുകൾക്കാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് അല്പം ഒന്ന് മാറണം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ മാഷതൈലം, ധന്വന്തര തൈലം ഒക്കെ നമ്മൾ ചേർത്ത് ആഡ് ചെയ്ത് കൊടുക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചും ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ച് രോഗാവസ്ഥ അനുസരിച്ചിട്ടാണ് നമ്മൾ തൈലങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
അപ്പോൾ നമ്മൾ ഈ തൈലം പുരട്ടിയിട്ടാണ് നമ്മൾ 7 ദിവസം നമ്മൾ ഇലക്കിഴി കൊടുക്കുന്നത് പേഷ്യൻറ്റിന്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്ക് സംബന്ധമായ പ്രോബ്ലം, സ്പോണ്ടിലോസിസ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഡിസ്ക് പ്രൊട്രൂഷൻ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് അല്ലെങ്കിൽ ഡിസിക്കേഷൻ അല്ലെങ്കിൽ ലംബാ സ്പോണ്ടിലോസിസ് കേസുകൾക്കൊക്കെ തേയ്മാനമൊക്കെ ഉള്ള കേസുകൾക്ക് പൃഷ്ഠവസ്തി നിർബന്ധമായിട്ടും കൊടുത്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് മുന്നേ നമ്മൾ ഇലക്കിഴി കൊടുക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കമിഴ്ത്തി കിടത്തിയിട്ട് 7 ദിവസം നമ്മൾ ഇലക്കിഴി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പൃഷ്ഠവസ്തി കൊടുക്കുന്നു. അങ്ങനെ പൃഷ്ഠവസ്തി നമ്മൾ 7 ദിവസം കൊടുക്കുമ്പോൾ പേഷ്യൻറ്റിന് വളരെയധികം വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. നമ്മൾ ധന്വന്തരം, മുറിവെണ്ണ, ചില കേസുകളിൽ നമ്മൾ കർപ്പൂരാതി തൈലം കൂടി ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ പൃഷ്ഠവസ്തി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 8, 7, 15 ദിവസമായി ഇവിടെ. പിന്നത്തെ ലാസ്റ്റ് 7 ദിവസം നമ്മൾ കൊടുക്കുന്നത് അക്കോർഡിംഗ് ടു ദി പേഷ്യൻസ് കണ്ടീഷൻ അനുസരിച്ച് നവരക്കിഴിയോ, തേയ്മാനം നല്ലോണമുള്ള കേസാണെങ്കിൽ അവർക്ക് നമ്മൾ മാംസക്കിഴി, ആട്ടുമാംസം ചേർത്തിട്ട് നവരയൊക്കെ ചേർത്തിട്ടുള്ള മാംസക്കിഴിയോ കൊടുക്കും. ഇതിൻ്റെ കൂടെ നമ്മൾ നടുവേദനയ്ക്ക് വളരെ ടിപ്പിക്കലായിട്ട് കൊടുക്കുന്ന ഒരു വസ്തിയാണ് വൈതരണ വസ്തി എന്ന് പറയും. അപ്പോൾ വാളംപുളിയൊക്കെ ചേർത്തിട്ട് ധന്വന്തരം മെഴുവൊക്കെ ചേർത്തിട്ട് കൊടുക്കുന്ന ഒരു വസ്തിയാണ് വൈതരണ വസ്തി. അതിനാദ്യം നമ്മൾ മാത്രാവസ്തി കൊടുക്കും. മാത്രാവസ്തി കൊടുത്തിട്ട് പിറ്റേ ദിവസമാണ് വൈതരണ വസ്തി. അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് നമ്മൾ ചില കേസുകൾ 3 വൈതരണ വസ്തിയും 4 മാത്രാവസ്തി വരെ കൊടുക്കും. ചില കേസിൽ 1 വൈതരണ വസ്തിയും 2 മാത്രാവസ്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യത്തെ 8 പ്ലസ് 7 ദിവസം ഇലക്കിഴി പ്ലസ് പൃഷ്ഠവസ്തി, അങ്ങനെ 15. പിന്നെ ലാസ്റ്റ് 7 ദിവസം നമ്മൾ നമ്മൾ വളരെ തടിയുള്ള ആളാണെങ്കിൽ ചൂർണ്ണക്കിഴി, അല്ലെങ്കിൽ തടി കുറഞ്ഞ ആളാണെങ്കിൽ നവരക്കിഴി, തേയ്മാനം നല്ലോണം ഉണ്ടെങ്കിൽ മാംസക്കിഴി, അതിൻ്റെ കൂടെ വൈതരണവസ്തി. അപ്പോൾ എത്ര ദിവസത്തെ ട്രീറ്റ്മെൻറ്റായി? 22 ഡേയ്സ് ട്രീറ്റ്മെൻറ്റായി. ഇതാണ് സാധാരണ രീതിയിലുള്ള ചികിത്സാക്രമം നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. ഈ പേഷ്യൻ്റ് നമ്മൾ വന്നു, ഞാൻ ലിജി എന്ന് പറഞ്ഞ ആ പേഷ്യൻ്റിൻ്റെയാണ്. ആ പേഷ്യൻറ്റിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശാലോമിൽ ടോക്കിൽ നിങ്ങളുടെ പേര് ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ടാണ് അവരുടെ പേര് പറയുന്നത്. അപ്പോൾ അവർക്ക് ഈ പേഷ്യൻറ്റിനെ നമ്മൾ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, നേരത്തെ ഞാൻ ഹിസ്റ്ററി പറഞ്ഞു, അവർക്ക് ഈ പറയുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും നമ്മൾ ഈ പേഷ്യൻറ്റിന് കൊടുത്തു. അതായത് നമ്മൾ അഭ്യംഗം, സ്പെഷ്യൽ മസാജ് കൊടുത്തു, സ്റ്റീം ബാത്ത് കൊടുത്തു, വിരേചനം കൊടുത്തു, ഇലക്കിഴി, പൃഷ്ഠവസ്തി. അതോടൊപ്പം തന്നെ ലാസ്റ്റ് വീക്കായിട്ട് ഞാൻ മാംസക്കിഴി എന്നൊരു കിഴിക്ക് പകരം കുറച്ച് തടിയുള്ള പേഷ്യൻ്റ് ആയതുകൊണ്ട് ചൂർണ്ണക്കിഴിയാണ് കൊടുത്തത്. വൈതരണവസ്തിയും കൊടുത്തു. പിന്നെ നമ്മൾ ചില ലേപനങ്ങൾ അരച്ചിടാനായിട്ട്, നീർക്കിട്ട് പോകാനായിട്ട് കൊട്ടൻ ചുക്കാതി ലേപം, പിന്നെ ചില ഉപനാഹങ്ങൾ കൊടുക്കാം. അപ്പോൾ ഈ പേഷ്യൻറ്റിന് ഇങ്ങനെയുള്ള ഈ കോമ്പണൻസിൽ ഒട്ടുമുക്കാലും ട്രീറ്റ്മെൻറ്റ്, ചികിത്സാ രീതികൾ ഞാൻ ചേർത്ത് കൊടുത്തു. അങ്ങനെ ഒരു 35 to 40 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് അവരിവിടെ ഉണ്ടായിരുന്നു. 22 ഡേയ്സാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്, അത് 22 എന്നുള്ളത് 28 ആയി. പിന്നെ ഒരു 7 ദിവസം കൂടി കൊടുത്തു, അങ്ങനെ ഒരു 35 ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അപ്പോൾ പേഷ്യൻറ്റിന് ഡിസ്ചാർജ് ചെയ്ത സമയത്ത് ഒരു സഹായം ഇല്ലാതെ, വേദനയില്ലാതെ നടക്കാം, വരാന്തയിൽ കൂടെ നടക്കാമെന്നുള്ളൊരു സ്റ്റേജായി. കുമ്പിട്ട് നീർന്നൊന്നും ജോലി ചെയ്തു തുടങ്ങിയിട്ടില്ല. പിന്നീട് 15 ദിവസത്തെ ഫോളോ അപ്പ് കഴിഞ്ഞു, പിന്നെ 1 മാസത്തെ ഫോളോ അപ്പ് കഴിഞ്ഞു. ഇപ്പം ഇടയ്ക്ക് ഒരു വേദന വരുന്നുണ്ട്, ജോലിക്ക് പോയി തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു 65%, ഒരു 70% ഒരു റിലീഫ് ഈ പേഷ്യൻറ്റിന് കിട്ടി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പേഷ്യൻറ്റിന് നമ്മൾ പറയും വചനം ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് പേഷ്യൻറ്റിനോടെയും പറഞ്ഞു. അത് നമ്മൾ കിടക്കുന്ന സമയത്ത് മുഴുവനായിട്ട് ഇങ്ങനെ ഉരുവിടാൻ പറഞ്ഞു. അപ്പം നമ്മുടെ കഴിവുകൊണ്ട് ഒന്നും നമുക്കൊരു ചികിത്സയ്ക്ക് ഇഫക്റ്റൊന്നും ഉണ്ടാവില്ല. അതായത് മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് നിന്നെ സുഖപ്പെടുത്തും. അതായത് സൗഖ്യം നൽകുന്നത് കർത്താവാണ്. സൗഖ്യം നൽകുന്നത് ഡിവൈൻ പവറാണ്. വി ആർ ഓൺലി ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ദി ഹാൻഡ് ഓഫ് ഗോഡ്. നമ്മൾ ഈ ഫിസിഷ്യൻസ്, ഡോക്ടേഴ്സ്, ആര് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നേഴ്സസ്, വി ആർ ഓൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ ദി ഹാൻഡ് ഓഫ് ഗോഡ്. ആ ഒരു ബോധ്യം എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ എനിക്ക് തമ്പുരാൻ്റെ കൃപ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയുള്ള വചനങ്ങൾ കൂടി, വചനത്തിൻ്റെ സൗഖ്യത്തിനെ കുറിച്ചിട്ടുള്ള ബോധ്യം എനിക്കുള്ളതുകൊണ്ട് ഞാൻ പേഷ്യൻറ്റിനോട് അതും കൂടി, വചനം കൂടി ഉരുവിട് കേട്ടോ, വചനം കൂടി, വചനത്തിലൂടെ ലഭിക്കുന്ന സൗഖ്യം, കർത്താവ് നമ്മൾ മരുന്ന് ചെയ്യുന്നത് കർത്താവാണ് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നുള്ള ബോധ്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ കേസ് ടിപ്പിക്കലായിട്ട് ഞാൻ പറഞ്ഞു, ഇത് എൻ്റെ കൈ കൊണ്ട് മാത്രം ഇത് ഒതുങ്ങുന്ന കാര്യമല്ല, നന്നായിട്ട് പ്രാർത്ഥിക്കണം. കാരണം സർജറി പറഞ്ഞിരിക്കുന്ന കേസാണ്. അപ്പോൾ അത് നമ്മൾ അത്രയും ഒരു ചാലഞ്ചിങ് കേസാണത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ തന്നെ അവരെ മനസ്സിനെ ഒരുക്കി. പിന്നെ പത്യാപത്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കുക. പറയുന്നതും ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് വെജിറ്റേറിയൻ ഡയറ്റാണ് ഞാൻ സാധാരണ പറയുക. അതിൽ മോര്, തൈര് ഒക്കെ ഒഴിവാക്കാം, അച്ചാറൊക്കെ ഒഴിവാക്കാൻ പറയും.
അപ്പോൾ വെജിറ്റേറിയൻ ഡയറ്റ് പ്രിഫർ ചെയ്യാൻ പറയും അവരോട്. ചൂടായിട്ട് വെള്ളം, ചൂടായിട്ട് ഭക്ഷണങ്ങൾ ചൂടായിട്ട് കഴിക്കാൻ പറയും. പിന്നെ അന്ന് തുടക്കത്തിൽ നെയ്യൊക്കെ കൊടുക്കുന്ന സമയത്ത് കഞ്ഞി തന്നെ കഴിച്ചാൽ മതി എന്ന് പറയും. കഞ്ഞി ഉപ്പേരിയോ മാത്രം കഴിച്ചാൽ മതി, കാരണം ഈ ഗുഗുലതിക്ത നെയ്യ് നമ്മൾ ഹൈ ഡോസിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പഥ്യാപത്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടുവേദന ഉള്ളവർക്ക് സാധാരണയായിട്ട് ഒബേസിറ്റി, അമിതമായിട്ടുള്ള തടിയിലേക്ക് വരാം. അത് തന്നെ പലർക്കും ഡിപ്രഷനിലേക്ക് വരാം. ഇപ്പോൾ ഇതുപോലെയുള്ള പേഷ്യൻറ്റ് സർജറി വേണം, ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന പേഷ്യൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലേക്കും രോഗികൾ വരാം. ചില പേഷ്യൻസിന് കഠിനമായിട്ടുള്ള മലബന്ധം ഉണ്ടാവാറുണ്ട്, അങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ കോംപ്ലിക്കേഷൻസ് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രിവെൻഷൻ എന്ന് എന്താണ്, നമുക്കറിയാം. പ്രിവെൻഷൻ എന്ന് പറയുന്നത് ഹൈ ഹീലുള്ള ചെരുപ്പുകൾ, ഓവറായിട്ടുള്ള ഹീല് കുറഞ്ഞതും കൂടിയതും അതൊക്കെ നമുക്കിതിൻ്റെ ബുദ്ധിമുട്ടാണ്. പിന്നെ ലോങ് സ്റ്റാൻഡിങ് അവോയ്ഡ് ചെയ്യാൻ പറയും, ലോങ് സിറ്റിംഗ് അവോയ്ഡ് ചെയ്യാൻ പറയും. പിന്നെ ചൂടായിട്ട് ആഹാരം കഴിക്കാൻ പറയും, എക്സർസൈസ് റെഗുലറായിട്ട് ചെയ്യാൻ പറയും. പിന്നെ സെഡൻഡറി, നമുക്കറിയാം ഈ നടുവേദന എന്ന് പറയുന്നത് ഇരുന്ന് ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്നതാണ്. ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ സെയിൽസ്, അതുപോലെ തന്നെ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്ന രോഗങ്ങളിൽ ഒരു രോഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് നടുവേദന പറയാം. വേറൊരു രോഗം നമുക്ക് സ്ഥിരാഗ്രന്ഥിയാണ്, അത് വേറൊരു എപ്പിസോഡിൽ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള, പിന്നെ ഡെയിലി വാക്ക്, നിരപ്പായ സ്ഥലത്തിൽ കൂടെ വാക്ക് നടക്കാൻ പറയും. ഡെയിലി ഫ്ലെക്സിങ് എക്സർസൈസ്, ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും, കൈയും കാലൊക്കെ രാവിലെ തന്നെ എഴുന്നേറ്റ് ഒന്ന് മടക്കി നിവർത്തി എല്ലാ ജോയിൻസിലും ചെറിയ എക്സസൈസ് കൊടുക്കാൻ നമ്മൾ പറയും രോഗികളോട്. ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ നടുവേദനയായിട്ട് നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന നമ്മുടെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്. പിന്നെ ഒറ്റമൂലി എന്ന് പറയുന്നത് നമ്മൾ വെളുത്തുള്ളി പാൽക്കഷായമായിട്ട് കഴിക്കുന്നതിൻ്റെ ഒറ്റമൂലിയായിട്ട് പറയും. പിന്നെ നമ്മൾ മഞ്ഞൾ നമ്മൾ വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കുറുക്കി അതിലത്തിരി തേൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിന് എഫക്റ്റീവായിട്ടുള്ള മരുന്നായിട്ട് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ ഒറ്റമൂലിയിലേക്ക് അധികം പോകുന്നേക്കാൾ കൂടുതൽ ഇതിന് കോമ്പിനേഷൻ മെഡിസിൻസ് ആണ് ഉപയുക്തമായിരിക്കുന്നത്. സാധാരണ രീതിയിൽ ഒറ്റമൂലി എന്നൊക്കെ പറയുന്നത് ചെറിയ ഓയിൽ, തന്നന്തരം തൈലോ മുറിവെണ്ണയൊക്കെ തേച്ചിട്ട് നമ്മൾ നോക്കാൻ പറയും. അത് ഒക്കെ നമ്മൾ അറ്റ് ഹോം വീട്ട് ഔഷധങ്ങളിൽ നമ്മൾ പറയുന്നതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ മുരിങ്ങയുടെ ഇലയും അല്ലെങ്കിൽ പുളിയുടെ ഇലയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അല്പം ഉപ്പ് ചേർത്തിട്ട് ധാര കോരി കുളിക്കാൻ പറയും. സിമ്പിൾ നടുവേദന, മസിൽ പെയിനൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് പോകും. പക്ഷേ എല്ലാ മസിൽ പെയിനുകളും, എല്ലാവിധ ഞരമ്പ് സംബന്ധമായിട്ടുള്ളത്, ഡിസ്ക് സംബന്ധമായിട്ടുള്ളതൊന്നും ഈ ചെറിയ പൊടിക്കൈ കൊണ്ട് പോവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള നടുവേദനയൊക്കെ വരുമ്പോൾ നമ്മളൊരു ഫിസിഷ്യനെ അല്ലെങ്കിൽ ഒരു ആയുർവേദ കൺസൾട്ടൻറ്റിനെ കാണിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള ലോ ബാക്ക് ഏക്ക് കേസുകൾ, അത് വിത്ത് MRIയിൽ പ്രശ്നങ്ങളുള്ള കേസുകൾ, സിമ്പിൾ മസിൽ പെയിനുകൾ, അങ്ങനെ വീണിട്ട് ഉളുക്ക് സംഭവിച്ചിട്ടുള്ള കേസുകൾ, വേറെ എല്ലിന് പ്രശ്നമൊന്നും ഇല്ലാത്തത്, അങ്ങനെയൊക്കെ ഉള്ള കേസുകൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കേസുകൾ നമുക്ക് ചികിത്സയ്ക്കായിട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ലോ ബാക്ക് ഏക്കിന് നമ്മൾ കൊടുക്കുന്ന ഔഷധങ്ങളും അതിൻ്റെ പ്രതിവിധികളും അതിൻ്റെ പഥ്യാഹാരങ്ങളും. ഡോക്ടർ, ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ നടുവേദനയെ അതിജീവിക്കുവാനുള്ള മാർഗങ്ങളെ ഒന്ന് വിശദീകരിക്കാമോ? ഈ നടുവേദന എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പ്രിവെൻഷനിൽ പറഞ്ഞു, ഇരുന്നിട്ട് ഈ സെഡൻഡറി വർക്ക് കൂടുതൽ ഇരിക്കുന്നവർക്ക് ഇത് കാണുന്നതാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ എന്താ നമ്മൾ സംഭവിക്കുന്നത്, എത്ര മണിക്കൂറുകൾ ആ കമ്പ്യൂട്ടറിനെ നോക്കി നമ്മൾ ഇരിക്കുന്നത്. ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട രോഗം കഴുത്തിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയുമാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ പതുക്കെ ഒരു വാക്ക്, ചെറിയ ഒരു 1 മിനിറ്റ് ഒരു വാക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് ഇത്തിരി വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ പിന്നെ അവർ തന്നെ അവർ ജോലി കഴിഞ്ഞ് പോയി അവർ എപ്പോഴെങ്കിലും ഒരു എക്സർസൈസ് അവരുടെ ലൈഫിൽ, പേഴ്സണൽ ലൈഫിൽ അവർ എക്സർസൈസ് കുറച്ച് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നോക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് അവിടേക്ക് പ്രഷർ വന്നിട്ട് ഈ നടുവേദന കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാനായിട്ട് നമ്മൾ ഡോക്ടറിനെ തന്നെ അടുത്ത് പോകണം. അത് വരാതിരിക്കാനായിട്ട് ഇങ്ങനെയൊക്കെയുള്ള എക്സർസൈസും കാര്യങ്ങളും അവരുടെ ജോലിയിൽ തന്നെ ഇങ്ങനെ ചില ആൾട്രേഷൻസ് ചെയ്യുന്നത് ഉപയുക്തമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗർഭകാലത്തും പ്രസവശേഷവും ഉണ്ടാക്കുന്ന നടുവേദനയെ അധികം ഭയപ്പെടേണ്ടതുണ്ടോ? നമ്മൾ ഈ ഗർഭകാലത്ത് ഗർഭത്തിൻ്റെ പ്രഷർ നമ്മുടെ വയറ്റിലേക്ക് വരുന്നതുകൊണ്ട് നടുവിനൊരു അമിത ഭാരം വരുന്നതുകൊണ്ട് ഒരു നടുവേദന വരും. അത് സാധാരണ രീതിയിലാണെങ്കിൽ അത് പ്രസവം കഴിയുമ്പോൾ തന്നെ നടുവേദന പോകും. ഇനി പ്രസവം ശേഷം ചിലർക്ക് നടുവേദന ഉണ്ടാകാറുണ്ട്. അതിനെന്താണ് നമുക്ക് പ്രതിവിധി? പ്രസവ രക്ഷ തന്നെ നമ്മൾ ചെയ്യണം.
ഇപ്പോഴത്തെ യുഗത്തിൽ പലരും പ്രസവം കഴിഞ്ഞ് ഒരു കാലഘട്ടമൊക്കെ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് പ്രസവം കഴിഞ്ഞ് 7-ാം ദിവസമൊക്കെ ഡ്യൂട്ടിക്ക് പോണ സ്ത്രീകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് പ്രസവരക്ഷ. നമ്മൾ പണ്ടത്തെ ആചാരം അനുസരിച്ച് 3 months, ഇപ്പോൾ ഗവൺമെൻറ്റൊക്കെ 6 months കൊടുക്കുന്നത്. അപ്പോൾ 6 months ആ റെസ്റ്റിൽ അവർ പ്രസവരക്ഷ തന്നെ എടുക്കണം. പ്രസവരക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസവരക്ഷ വേറൊരു ഇതാണ്, വേറൊരു എന്താ പറയണേ, ഒരു പാക്കേജാണ്. അതിൽ ധന്വന്തരം കഷായമുണ്ട്, അതിൽ ജീരകാരിഷ്ടം, അഭയാരിഷ്ടം, അതോടെ തന്നെ ദശമൂലാരിഷ്ടം, ധന്വന്തരം ഗുളിക, തെങ്ങിബുക്കിലാതി ലേഹ്യം, ധന്വന്തരം തൈലം തേച്ചിട്ടുള്ള കുളികൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ പ്രസവരക്ഷ സ്ട്രിക്റ്റായിട്ട് 3 months സ്ത്രീകൾ ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബാലാരിഷ്ടങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും എന്നാണ് എൻ്റെ വ്യക്തിപരമായ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആർത്തവ സമയത്ത് ചില സ്ത്രീകളിൽ അനുഭവപ്പെടുന്ന അതിയായ നടുവേദനയുടെ കാരണമെന്താണ്? ഇതെങ്ങനെ പ്രതിരോധിക്കാം? ഇത് ആർത്തവ സംബന്ധമായ പ്രോബ്ലത്തിൽ വരുന്നതാണ്. എന്നിരുന്നാലും ഈ ആർത്തവ കാലത്ത് എന്തുകൊണ്ടാണ് നടുവേദന ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ അണ്ടവാഹിനിയിലൂടെ, അതായത് അണ്ടാശയത്തിൽ നിന്ന് അണ്ടം പ്രായപൂർത്തിയായി മെച്ചുവറായി അത് അണ്ടവാഹിനിയിലൂടെ സഞ്ചരിച്ചിട്ടാണ് യൂട്രസിലേക്ക് വരുന്നത്. അങ്ങനെ അണ്ടവാഹിനിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്പാസം കൊണ്ടാണ് സാധാരണ സ്ത്രീകൾക്ക് നടുവേദന ഉണ്ടാകുന്നത്, വയറുവേദന ഉണ്ടാകുന്നത്. അതെല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവില്ല. അത് എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സ്ത്രീകളുടെ മസിൽസിന്, യൂട്രൈൻ മസിൽസിനൊക്കെ നല്ല സ്ട്രെങ്ത് ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഇമ്മ്യൂണിറ്റി നല്ല സ്ട്രോങ് ഇമ്മ്യൂണിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യം, അവരുടെ പേരൻസിനൊന്നും അവരുടെ അമ്മയ്ക്കൊന്നും നടുവേദന ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ പെൺകുട്ടിക്കും അങ്ങനെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അത് എല്ലാവർക്കും ഇല്ല. അത് ഉണ്ടാകുന്നവർക്ക് അത് ഉണ്ടാകാനുള്ള കാരണം ഈ പറഞ്ഞ കാരണമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പ്രൊഫഷണൽ സ്റ്റഡീസിന് പോകുമ്പോൾ അവർ ഹോസ്റ്റലിലാണ്, അപ്പോൾ അവർക്ക് ഇതിനൊന്നുള്ള സൗകര്യങ്ങൾ കിട്ടില്ല, അപ്പോൾ അവരെങ്ങനെ അങ്ങ് പോകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോട്ടീൻ ഡയറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇങ്ങനെയൊക്കെയുള്ള വേദനകൾക്ക് ശമിപ്പിക്കാനായിട്ട് വളരെയേറെ സഹായിക്കും. നടുവേദനയെക്കുറിച്ച് സംസാരിച്ചു, അതിൻ്റെ വിവിധ വശങ്ങൾ സംസാരിച്ചു, ചികിത്സ സംസാരിച്ചു. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ആയുരാരോഗ്യങ്ങൾ, പ്രാർത്ഥനകൾ ആശംസിക്കുന്നു. നന്ദി. ആയുർ സൗഖ്യത്തിൽ വരുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും അഭിപ്രായങ്ങൾക്കുമായി ബന്ധപ്പെടുക 9188303000.